അപ്പോൾ എല്ലാവർക്കും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RC റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്, RC കാർസ് റിലേറ്റഡ് ആയിട്ട് ബേസിക് ആയിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോൾ ഹോബിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ട്. പക്ഷേ എല്ലാവരുടെയും മെയിൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഡൗട്ടുകൾ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളൊരു 5 ക്വസ്റ്റ്യൻ ആയിട്ടാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, ടോയ് ഗ്രേഡും ഹോബി ഗ്രേഡും നമ്മൾ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടോയ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ്. അത് ഏകദേശം പ്രൈസും വളരെ കുറവായിരിക്കും. ഏകദേശം 1000, 2000, 3000 റേഞ്ചിലൊക്കെ നിൽക്കും. കൂടി ഒരു 4000 റേഞ്ചിലൊക്കെ വരും. അതിലും കൂടുതൽ ടോയ് ഗ്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയില്ല. കാര്യം ടോയ് ഗ്രേഡ് എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് വളരെ കുറവാണ്. നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി ബേസിക്കലി പറ്റില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കുരുട്ട് പണികളൊക്കെ ഒപ്പിച്ച് വെക്കണം, അൽക്കുരുത്ത് പണികളൊക്കെ ഒപ്പിച്ച് തട്ടിക്കൂട്ടിയൊക്കെ റെഡിയാക്കാനേ പറ്റുള്ളൂ ടോയ് ഗ്രേഡിൻ്റെ കേസ് വരുമ്പോൾ. അതുപോലെ പാർട്സ് അവൈലബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, വണ്ടികൾ പ്രൊഡക്ഷൻ ചെയ്യുന്നു, അതിന് പാർട്സുകളോ അല്ലെങ്കിൽ സപ്പോർട്ടോ പിന്നീട് ഉണ്ടാവില്ല. അപ്പോൾ ആ വണ്ടികൾ എന്തെങ്കിലും കംപ്ലയിൻറ്റുകൾ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് യൂസ് ആൻഡ് ത്രോ പോലെ പറ്റുള്ളൂ. അതായത് കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, കളയുക. നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിലൊക്കെ പണിയാൻ വേണ്ടിയിട്ട്. കാര്യം നമുക്ക് അതിലിപ്പോൾ എന്തെങ്കിലും റിമോട്ടിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ വേറെ റിമോട്ട് മേടിക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ റിമോട്ട് വെച്ചിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റില്ല. അത് മാറ്റാൻ വേണ്ടി പറ്റില്ല. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഇലക്ട്രോണിക്സ് മാറ്റേണ്ടി വരും. അപ്പോൾ ഇലക്ട്രോണിക്സ് മാറ്റി കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും മാറ്റേണ്ടി വരും. അതെല്ലാം ഇതിനകത്ത് കയറില്ല. ടോയ് ഗ്രേഡിൽ ചിലപ്പോൾ നമുക്ക് അതെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിൻ്റെ ഡിസൈൻ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ടോയ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി കളിപ്പാട്ടം എന്നുള്ള രീതിയിൽ തന്നെ നോക്കും. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന വണ്ടികളൊക്കെ ഒരു കുറേയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മോഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അത്യാവശ്യം റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, അത്യാവശ്യം സ്പെയർ പാർട്സ് കിട്ടുന്നതുണ്ട്, ചിലത് കിട്ടാനൊരു ഇത്തിരി ചാൻസ് കുറവുള്ളതുകൊണ്ട്. ഓക്കെ, WTOസിൻ്റെ ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഒരുവിധപ്പെട്ട സാധനങ്ങൾ നമുക്ക് പാർട്സ് മേടിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ കുറച്ചൊന്ന് അന്വേഷിക്കേണ്ടി വരും. അതുപോലെ മെയിൻ ഒരു കാര്യം പറയാനുള്ളത് ഹോബി ഗ്രേഡും ടോയ് ഗ്രേഡും പറയുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോബി ഗ്രേഡ് സംഭവം നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും ഇതിൻ്റെ പാർട്സ് വരുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആവും. കാര്യം പുറത്തുനിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് ചാൻസ് കുറവായിരിക്കും കിട്ടാൻ വേണ്ടി. ഇവിടെ കിട്ടുമെന്നുണ്ടെങ്കിലും പ്രൈസ് അത്യാവശ്യം കൂടുതലായിരിക്കും. സോ അത്രയുള്ള നമ്മുടെ ടോയ് ഗ്രേഡും ഹോബി ഗ്രേഡും നമ്മുടെ ഡിഫറൻസ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോയ് ഗ്രേഡ് ഒന്നും ഇല്ല വണ്ടികൾ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഉണ്ടായിരുന്ന 1-2 ടോയ് ഗ്രേഡ് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുത്തായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ടോയ് ഗ്രേഡും ഹോബി ഗ്രേഡും നമ്മളുടെ ഡിഫറൻസ് ഏകദേശം മനസ്സിലായിട്ടാണെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് പോകാം, എവിടെ നിന്ന് മേടിക്കണം എന്നുള്ളത്. ടോയ് ഗ്രേഡ് വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആമസോണിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ടോയ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കിട്ടും. ഓക്കെ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ടോയ് ഗ്രേഡ് നമുക്ക് എവിടെ നിന്നും കിട്ടും. പ്രൈസും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 3000-4000 റേഞ്ചിന് താഴെ വരുള്ളൂ. അതിന് താഴെ ആ ഒരു 4000 റേഞ്ചിന് താഴെ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ടോയ് ഗ്രേഡ് മെയിനായിട്ട് പ്രിഫർ ചെയ്താൽ മതി. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ടോയ് ഗ്രേഡ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യില്ല. കാര്യം അത്രയും വില കൊടുത്തൊരു സാധനം മേടിച്ചിട്ട് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കളയാന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന വണ്ടികൾ സെയിലിന് വേണ്ടിയിട്ട് തന്നെയുള്ള വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ ഈ വണ്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില വണ്ടികൾ നല്ലപോലെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഇരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ WTOസിൻ്റെ 1/18 സ്കെയിൽ ഒരു വണ്ടിയാണ്. A979B എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റ് ആണ്. ബ്രഷിനും സംഭവങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ചേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ മാറ്റണമെങ്കിൽ മോട്ടർ മാറ്റാം, ESC റിസീവർ മാറ്റി നമുക്ക് വേറെ വേണമെങ്കിൽ വേറെ ഇടാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റൽ അപ്ഗ്രേഡ് പാർട്സും നമുക്ക് eBayയിലും ബാക്കിയുള്ള സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. സോ എവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പറ്റും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതാണ്. സോ മേടിക്കാൻ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ആമസോണിൽ നമ്മുടെ ഇവിടെ ലിമിറ്റഡ് ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. നമുക്ക് പല പല സെല്ലേഴ്സ് ഉണ്ട് ഇവിടെ. ചില സെല്ലേഴ്സ് ഇവിടെ വണ്ടികൾ വിൽക്കുന്നുണ്ട്, പുറത്തുനിന്ന് ഇറക്കിയിട്ട് വിൽക്കുന്ന ടീമുകളുണ്ട്. അതല്ലാതെ നമുക്ക് സെക്കൻഡ്സ് ഇവിടെ കുറച്ച് അവൈലബിൾ ആണ്. അതായത് ഹോബിയിൽ നിൽക്കുന്ന ടീമുകൾ ഉപയോഗിച്ചിട്ട് എന്താ പറഞ്ഞാൽ ചിലപ്പോൾ അവർ ആ ഒരു മോഡൽ അതിന് മാത്രം ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കേസിലാണെങ്കിലും നമ്മൾ വണ്ടികൾ എടുത്തു കൂട്ടുമെങ്കിൽ അതെല്ലാം ഉപയോഗിക്കുന്ന കേസ് വരില്ല. അപ്പോൾ ചില വണ്ടികൾ നമ്മളവിടെ വെറുതെ ഇരിക്കണമെന്ന് നമ്മൾ വിചാരിക്കും, ബാറ്ററി വെറുതെ കളയണ്ട എന്ന് വിചാരിച്ച് നമ്മൾ സെയിലിനിടാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ അങ്ങനെ സെക്കൻഡ്സ് വരുന്ന വണ്ടികളുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ മേടിക്കേണ്ട. ഒരു സെക്കൻഡ്സ് വരുന്ന വണ്ടികളാണെങ്കിൽ നമ്മളൊന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ടൊക്കെ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വണ്ടികൾ മേടിക്കുന്നത് പുറത്തുനിന്നാണ്. അപ്പോൾ പുറത്തുനിന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് സോഴ്സ് ചെയ്യുന്നത് ബാങ്കുഡ് ഞാൻ ഇപ്പോഴും പ്രിഫർ ചെയ്യും. നേരത്തെ ആലി എക്സ്പ്രസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ആലി എക്സ്പ്രസ് ബാനാണ്. പക്ഷെ നമുക്കിപ്പോൾ ആലിബാബയുണ്ട്. ആലിബാബയെ കുറിച്ച് എന്നാലും ഞാൻ കൂടുതൽ എന്നാലും പറയും. ആലിബാബയിലെ പ്രൈസ് മാത്രമല്ല, അതിൻ്റെ പുറത്ത് ഷിപ്പിംഗ് ഒക്കെ വരും. പുറത്തുനിന്ന് മേടിക്കാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ അതിൽ കുറച്ച് റിസ്ക് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ഡീറ്റെയിൽസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടും ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഞാൻ വണ്ടികൾ മേടിക്കുന്നതെല്ലാം പുറത്തുനിന്നാണ്. കാര്യം ഇവിടെ ഇന്ത്യൻ ആയിട്ടുള്ള ബ്രാൻഡുകൾ വളരെ കുറവാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആകെപ്പാട് ഒരു വണ്ടിയുടെ ബ്രാൻഡ് ഇട്ടിരിക്കുന്ന ടൈഗ ടെക് എന്ന് പറഞ്ഞിട്ടാണ്. അത് നമ്മുടെ ആമസോണിൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 7-8 രൂപ സംതിങ് എന്തോട്ട് വരുമെന്നാണ്. 50 രൂപ 10 രൂപക്ക് താഴെ എന്തോ വണ്ടി വരുന്നുള്ളൂ. ബ്രഷ്ഡ് വണ്ടിയാണ്, 1/16 സ്കെയിലാണ്. ഓക്കെ, അപ്പോൾ
ഈ വണ്ടികൾ നമ്മൾ സെയിലിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ എല്ലാത്തിനും ഓരോ വീഡിയോ ചെയ്തിട്ടാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെ RC കാർസിന് ഭയങ്കര വില, പുറത്തെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വിലയാണ്, ഇവിടെ വിൽക്കുന്നവർ നമ്മളെ പറ്റിക്കാൻ നോക്കണതാണ്, അല്ലെങ്കിൽ ഒടുക്കത്തെ വില, ഇരട്ടി വില, 3 ഇരട്ടി വില എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ പറയാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. കാര്യം ഞാനിപ്പോൾ ഈ വണ്ടികൾ വിൽക്കാനിട്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നായിരുന്നു. കാര്യം ഞാൻ ഈ ഒരു വണ്ടി ഇട്ടത് 7000 രൂപയായിരുന്നു ഞാൻ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് ഇട്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കമൻറ്റിൻ്റെ അടിയിൽ തന്നെ ഒരുത്തം വന്നിട്ട് കമൻറ്റ് ചെയ്തു, അത് 6000 രൂപയ്ക്ക് ബാംഗ്ലൂരിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, ബാംഗ്ലൂരിൽ 6000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്തോ 7000 സംതിങ് എന്തോ ആണ്. അതുപോട്ടെ, അപ്പോൾ 6000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ തൊട്ടടിയിൽ അതിൻ്റെ അടിയിൽ തന്നെ പറയുന്നുണ്ട് 500 സംതിങ്, 580 അതിൻ്റെ അടുത്തെന്തോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ 6500 സംതിങ് വന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും 500 രൂപ അപ്പോൾ ലാഭമാണല്ലോ എന്ന്. പിന്നെ ഞാൻ ഇതിൻ്റെ പ്രൈസ് കുറച്ച്, അത് വേറെ കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞ ആൾ ഇനി ഇൻട്രസ്റ്റ് കൊണ്ടിട്ടാണ് മേടിക്കാൻ ഉദ്ദേശിച്ചത്, അതിന് വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഞാൻ പ്രൈസ് കുറച്ചത്. ആ കമൻറ്റ് ചെയ്തവനെ പിന്നെ ജന്മത്തിൽ ഞാൻ പിന്നെ കണ്ടിട്ട് പോലുമില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു ഇൻട്രസ്റ്റഡ് ആണോ, ഞാൻ 6500 ഇത് തരാം, ബാങ്കുട്ടി കിടക്കുന്ന ഓൾമോസ്റ്റ് സിമിലർ റേറ്റിന് തരാമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. പക്ഷേ നമ്മുടെ പോയിന്റിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സ്പെൻസ് വരുന്നതെന്ന് വെച്ച്, ഫോർ എക്സാമ്പിൾ ഈ ഒരു വണ്ടിയുടെ കേസ് പറഞ്ഞാൽ തന്നെ ബാങ്കുട്ടിയിൽ നമുക്ക് 6500 രൂപയ്ക്ക് സാധനം നമ്മൾ മേടിച്ചു എന്ന് വിചാരിക്കുക, ഷിപ്പിംഗ് ചാർജ് 500 രൂപയും കൊടുത്ത് മേടിച്ചെന്ന് ശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ചെറിയൊരു കടമ്പ് ഇവിടെ ഉണ്ട്, അതായത് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് കേട്ടോ. ഇതിൻ്റെ കേസിൽ വരുമ്പോൾ നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ചിലപ്പോൾ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാൻ പറ്റും ചാൻസ് ഉണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിൻ്റെ 60%. ഓക്കെ, നമ്മളിപ്പോൾ എത്ര രൂപയാണ് മുടക്കുന്നത് അതിൻ്റെ 60% എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, നമ്മളിപ്പോൾ ഒരു വണ്ടി 10000 രൂപക്ക് മേടിച്ചെന്ന് വിചാരിക്കും. 10000 രൂപയുടെ വണ്ടി പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് അത് എക്സ്ട്രാ വരും, അത് വേറെ കാര്യം. സപ്പോസ് ഇപ്പോൾ നമ്മൾ 10000 രൂപയ്ക്ക് മേടിക്കുമ്പോൾ അത് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ വന്നു കഴിയുമ്പോൾ കസ്റ്റംസിൻ്റെ ക്ലിയറൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, അത് കസ്റ്റംസ് ഇൻസ്പെക്ട് ചെയ്യും വണ്ടി. ഓക്കെ, അപ്പോൾ ഈ 10000 രൂപയാണ് നമ്മൾ ടോട്ടൽ ഇതാക്കിയതെന്ന് വിചാരിക്കാം, ഷിപ്പിങ്ങും എല്ലാം കൂടെ ടോട്ടൽ ഇതാക്കിയത്. അപ്പോൾ കസ്റ്റംസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 10000 രൂപയുടെ 60% അതിന് മേലെയും വരും, മിനിമം 60% വരും. അപ്പോൾ നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടിയും കൂടി ഇട്ട് വരും. പ്രൈസ് ഡിഫറൻസ് മനസ്സിലായില്ലേ? ഷിപ്പിംഗ്, പ്രൊഡക്റ്റ്, ഷിപ്പിംഗ് പ്ലസ് അതിൻ്റെ പുറത്തൊരു 60% മേലെ ഇന്ത്യൻ കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മുടെ ഇവിടെ വരുമ്പോൾ RC കാർസിന് വില കൂടാനുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഈ ചെറിയ വണ്ടികളുടെ കേസ് പറഞ്ഞു, വലിയ വണ്ടികളിലേക്ക് വരുമ്പോൾ അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല എത്രത്തോളം വരും എന്നുള്ളത്. നമ്മുടെ ഈ ഒരു RGTയുടെ വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയാൻ പാടില്ല, ഈ മഞ്ഞ വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് ഞാൻ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തത് 13000 രൂപയാണ്. ഓക്കെ, 13000 സംതിങ് ഒന്ന് കൊടുത്തു. ഇതിൻ്റെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കിടന്നിട്ടുള്ള പ്രൈസ് അലിബാബയിൽ മേടിക്കുമ്പോൾ 15000 രൂപ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അറിയുക 15000 രൂപയുടെ വണ്ടിക്ക് എന്തുകൊണ്ടാണ് 13000 രൂപ കസ്റ്റംസ് ഡ്യൂട്ടി വന്നത് കൊള്ളയല്ലേ നിങ്ങൾ വിചാരിക്കും. കാര്യമുണ്ട്, ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജും കൂടെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 10-30 വന്നു. ഓക്കെ, അതിൻ്റെ 60% ആണ് ഈ പറഞ്ഞ പോലെ ഇട്ടപ്പോഴാണ്. അത് 60% അപ്പോഴും വന്നില്ല. ഓക്കെ, അതിന് താഴെ വന്നോളൂ, എന്നാലും അപ്പോഴും ഞാൻ അത്ര രൂപ കൊടുത്തു. അപ്പോൾ വണ്ടി ഇവിടെ വന്നപ്പോൾ എത്ര രൂപ? 40,000-40,000 രൂപയ്ക്ക് മേലെ വന്നു. ഓക്കെ, 15000 രൂപ വരുന്ന വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ 40,000 രൂപയ്ക്ക് മേലെ വന്നു. പ്രൈസ് ഡിഫറൻസ് മനസ്സിലായില്ല. അപ്പോൾ അതെന്തായി 2 ഇരട്ടിക്ക് മേലെയായി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് എക്സ്പെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് കസ്റ്റംസ് ഡ്യൂട്ടി കൂടുതൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, ഷിപ്പിംഗ് ചാർജസ് കൂടുതലാവാൻ വേണ്ടിയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കാം. ഇതെല്ലാം നിങ്ങൾ കരുതി വെച്ചേക്കാം. കസ്റ്റംസ് ഡ്യൂട്ടി കിട്ടും, എപ്പോഴും നിങ്ങൾക്ക് കിട്ടുമെന്നല്ല, ചിലവർക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്സായി കിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് എന്തായാലും കസ്റ്റംസ് ഡ്യൂട്ടി കിട്ടും. അതുപോലെ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചില സമയത്ത് കുറവായിരിക്കും, വലിയ വണ്ടികളാണെങ്കിൽ വരും. ഓക്കെ, അതുപോലെ പണ്ട് ചെയ്തതെന്ന് വെച്ചൊരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യൂ ഡിക്ലെയർ ചെയ്യുന്നത് കുറച്ച് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ 10000 രൂപയുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവർ ചൈനയിൽ നിന്ന് അവന്മാർ ഷിപ്പ് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3000-4000 എന്നും പറഞ്ഞിടും. ഓക്കെ, അപ്പോൾ ചില സമയത്ത് അതിൻ്റെ 60% ആയിട്ടായിരിക്കും നമുക്ക് ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. ചില സമയത്ത് അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി തുറന്ന് നോക്കുമ്പോൾ അവർക്ക് അറിയാം ഇതല്ല കറക്റ്റ് റേറ്റ് എന്ന്. അപ്പോൾ അങ്ങനെ എനിക്കൊരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. അവർ നമ്മളെ കോൺടാക്ട് ചെയ്ത് കസ്റ്റംസ്, നമ്മുടെ ഇവിടെ കൊച്ചിയിലാണുള്ളത്, കസ്റ്റംസ് നമ്മളെ വിളിച്ചിട്ടും പറഞ്ഞു ഇതിൻ്റെ ഇൻവോയ്സ് അവരൊരു മെയിൽ ID വന്നു. ആ മെയിൽ IDയിലേക്ക് നമുക്കൊരു നമ്പർ വന്നു, ഒരു ടിക്കറ്റ് ID അങ്ങനെ എന്തോ പറഞ്ഞ ഒരു നമ്പർ വന്നു. അതാണ് നമ്മുടെ ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ID വെച്ചിട്ട് മെയിലിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒറിജിനൽ ഇൻവോയ്സ് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വാല്യൂ അവർക്ക് തെറ്റാന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇട്ട് തന്നു. അപ്പോൾ അതിൻ്റെ 60% വന്നു. ഓക്കെ, അപ്പോൾ അത് ആ സിമിലർ പ്രോഡക്റ്റ് തന്നെ വേറൊരാൾ ഓർഡർ ചെയ്ത് അവർക്ക് കസ്റ്റംസ് ഡ്യൂട്ടി കിട്ടിയില്ല.
അപ്പോൾ എല്ലാവർക്കും കിട്ടുമെന്നല്ല പറഞ്ഞത്, പക്ഷേ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നമ്മൾ കസ്റ്റം ഡ്യൂട്ടി എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ചോദ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രൈസ് എന്തോരം എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ചിലവരുടെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ അവരുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 1/10 സ്കെയിൽ 15,000 രൂപയ്ക്ക് വേണം, അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വന്ന് ചോദിക്കുന്നത്. അപ്പോൾ 1/10 സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ സ്കെയിലാണ്. അതും ചിലവർ ചോദിക്കുന്നത് മോൺസ്റ്റർ ട്രക്കുകളായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1/10 സ്കെയിലിലെ ക്രോളറാണ് ഈ പൊക്കത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര രൂപ വന്നു? 40 രൂപ അടുത്ത് വന്നു. ഓക്കെ, ഏറ്റവും കുറവ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് ഒരു 30,000 രൂപയ്ക്കായിരിക്കും 1/10 ക്രോളർ കിട്ടാൻ ചാൻസ്. അപ്പോൾ ആ സെയിം എമൗണ്ടിൽ തന്നെ ഒരു മോൺസ്റ്റർ ട്രക്ക് വരുമ്പോഴും അതിലും കൂടുതൽ വരാനേ ചാൻസ് ഉള്ളൂ, പുതിയതാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, എങ്ങനെ വന്നാലും 30,000 രൂപയ്ക്ക് മേലെ വരും പുതിയതാണെന്നുണ്ടെങ്കിൽ. യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 25, എന്നാലും ആ ഒരു റേഞ്ച് തന്നെ വരും. കാര്യം നമ്മുടെ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു റേഞ്ച് ഉണ്ട്. ഞാനീ പറഞ്ഞ 30,000 രൂപ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള എമൗണ്ട് ആയിരിക്കും. കസ്റ്റംസ് ഡ്യൂട്ടി അതിൻ്റെ പൊക്കത്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം 40,000, 50,000 രൂപ വരും. അപ്പോൾ ആ ഒരു വണ്ടി സെക്കൻഡ് വരുമ്പോൾ എന്തൊക്കെ വന്നാലും 30,000 രൂപ, 25,000 രൂപ എന്തൊക്കെ വന്നാലും വരും. 2 വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് അങ്ങനെയുള്ള കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 4 വീൽ ഡ്രൈവ് വരുമ്പോൾ വില കൂടുതലായിരിക്കും, 2 വീൽ ഡ്രൈവ് വരുമ്പോൾ വില കുറവായിരിക്കും. അങ്ങനെയുള്ള കേസുകളുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്, നൈട്രോനെ കുറിച്ച് നമുക്ക് വലിയ പിടിയില്ല. കാര്യം നൈട്രോ വണ്ടികൾ കുറച്ച് പണിയാണ്. എഞ്ചിനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. നമ്മുടെ റെഗുലർ വണ്ടികളൊക്കെ പോലെ തന്നെ, റോട്ടിൽ കൂടെ ഓടുന്ന പെട്രോൾ വണ്ടിയൊക്കെ പോലെ തന്നെ മെയിൻ്റെനൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കാണ് എൻ്റെ പ്രിഫേർഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൈസ് റേഞ്ച് പറയുമ്പോൾ ഈ 15,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും 1/10 സ്കെയിൽ വണ്ടി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറുപടി പറഞ്ഞാൽ കിട്ടില്ല. പക്ഷേ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളുണ്ട്. ഫോർ എക്സാമ്പിൾ XLF എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയുണ്ട്. XLF X03 എന്ന് പറഞ്ഞിട്ടാണ് ബാംഗ്ലൂരിലാണ് മെയിനായിട്ട് കണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു വണ്ടിക്ക് 12,000 രൂപ സംതിങ് എന്താണ് പ്രൈസ് വരുന്നത്. ഓക്കെ, ഈ ഒരു വണ്ടി നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ കസ്റ്റം ഡ്യൂട്ടി കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു 20 രൂപ എടുത്ത് വരും. ചിലപ്പോൾ എനിക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു 12 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ വണ്ടി കിട്ടുമെന്ന് ചോദിക്കാം. ഈ ഒരു വണ്ടിയുടെ പൊതുവെയുള്ള ഒരു റിവ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര മോശമാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പുറത്തുനിന്നുള്ളവർ, അതാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. നിങ്ങളൊരു വണ്ടി എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ മോഡൽ അടിച്ചിട്ട് യൂട്യൂബിൽ നിങ്ങൾ റിവ്യൂസ് നോക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കുറേ RC ഹോബിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും റിവ്യൂ ചെയ്യുന്നുണ്ട് ഈ വണ്ടികളൊക്കെ. അപ്പോൾ അങ്ങനത്തെ അവരുടെ റിവ്യൂ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി എന്തോരം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബിൽഡ് ക്വാളിറ്റിയും കൂടെ നോക്കിയിട്ടും വേണം നമ്മൾ പ്രൈസും നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി. അല്ലാണ്ട് ഒറ്റയടിക്ക് ഇത്ര രൂപക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് നമ്മൾ എടുത്തിട്ട് കഴിയില്ല. കാര്യം ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി നമ്മൾ സെയിൽ വെച്ചിരിക്കുന്നത് 8,500 ഓക്കെ, അപ്പോൾ ഇതിന് 1/18 സ്കെയിലിന് 8,500 അടുത്ത് വരുന്നുണ്ട് ഇവിടെ എന്നുണ്ടെങ്കിൽ 1/10 സ്കെയിൽ എത്ര വരും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കാം. അതല്ല ഇപ്പോൾ ഇതിലും ഒരു 2,000-3,000 രൂപ കൂടെ കൊടുത്തു കഴിയുമ്പോൾ 1/10 സ്കെയിൽ വണ്ടി വരുമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഉപയോഗിച്ചിരിക്കുന്ന പോലത്തെ ആ സെയിം ക്വാളിറ്റി പാർട്സ് തന്നെയായിരിക്കും ആ വണ്ടിക്ക് ഉപയോഗിച്ചിരുന്നത്. ഈ വണ്ടിക്ക് അത് കുഴപ്പമില്ല. കാര്യം ഈ വണ്ടിക്ക് സൈസ് കുറവാണ്, വെയിറ്റ് കുറവാണ്, സ്പീഡ് കുറവാണ്. ടോട്ടൽ വെയിറ്റും കാര്യങ്ങൾ നോക്കണം. കാര്യം നമ്മൾ വണ്ടി എവിടെയും കൊണ്ട് ഇടിച്ച് ചെയ്യുമ്പോൾ ഈ 1/18 സ്കെയിൽ വണ്ടികളിൽ ആകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വെയിറ്റ് വരുന്നുള്ളൂ, അതിനനുസരിച്ചുള്ള ഫോഴ്സ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ സൈസും കുറവായതുകൊണ്ട് ഇമ്പാക്റ്റൊക്കെ അത്ര ചെറിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റ് നല്ല സ്പീഡിൽ ഇടിച്ച് കഴിഞ്ഞാൽ ഇത് പൊളിയും. പക്ഷേ അങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ അത്രയും വെയിറ്റും ടയറും പ്രഷറും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അത്രയും ടോർക്കും കാര്യങ്ങളൊക്കെ ആ വണ്ടിക്ക് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കില്ല ഈ 10,000 രൂപക്കും 15,000 രൂപക്കൊക്കെ വരുന്ന വണ്ടികൾ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബ്രാൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ പറഞ്ഞ കേസുകളിൽ. കാര്യം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വരുമ്പോൾ പല പല ബ്രാൻഡുകളുണ്ട്. ഓക്കെ, അതിൽ തന്നെ നിങ്ങളൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നത്, ബിഗിനർ വണ്ടിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/10 സ്കെയിലേക്ക് പോകരുത്. നിങ്ങളുടെ സ്കെയിൽ കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു 1/16 തൊട്ട് നിങ്ങൾ നോക്കാം. 1/16, 1/18 സ്കെയിൽ, 1/16, 1/14 വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നല്ല നല്ല വണ്ടികൾ കിട്ടും. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന വണ്ടികളെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, പൊതുവെ കിട്ടുന്നതാണ്. അതിൽ തന്നെ ബെസ്റ്റ് വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MGXൻ്റെ വണ്ടികളാണ്. ഓക്കെ, MGXൻ്റെ ഹൈപ്പർഗോ സീരീസ് ഉണ്ട്, അല്ലാത്ത സീരീസ് ഉണ്ട്. MGXൻ്റെ ഒരു വണ്ടികൾ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾ ഈ പറയുന്ന 1/10 സ്കെയിൽ നിങ്ങൾ 15 രൂപ ചോദിച്ചു, അതിൽ കിട്ടില്ല. 1/16 സ്കെയിൽ ആ റേഞ്ചിൽ കിട്ടുള്ളൂ. പക്ഷേ ആ റേഞ്ചിൽ 16,000, 17,000 റേഞ്ചിൽ വരുന്നുണ്ട് ആ വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ദ മണി വെർത്താണ്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയുന്നുണ്ട്, RC ഹോബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ 10,000 രൂപയ്ക്ക് ഒരു വണ്ടി മേടിച്ചെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ എക്സ്പെൻസസ് പിന്നീട് വരും. ഓക്കെ, ഒരു പ്രാവശ്യം വണ്ടി മേടിച്ചെന്ന് പറഞ്ഞ് അവിടെ തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹോബി ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടൊന്ന് ഇറങ്ങാം. കാര്യം വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെയിൻ്റനൻസ് കാര്യങ്ങൾ വരും. ഹോബി എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ എൻഗേജ് ചെയ്യുക. നമ്മൾ വെറുതെ വണ്ടി മേടിച്ചിട്ട് ഓടിക്കുക എന്നുള്ളതല്ല. നമ്മളൊരു 10 മിനിറ്റ് ഒരു വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അതിനകത്ത് മെയിൻ്റനൻസിനായിട്ട് പോകും. ചിലപ്പോൾ അതിലും കൂടുതൽ മണിക്കൂറുകളോളം
എത്രത്തോളം അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ഓടിക്കുന്ന വീഡിയോസും നമ്മൾ ഓടിക്കുന്ന വീഡിയോസ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അതിൻ്റെ പുറകെയുള്ള മെയിൻ്റനൻസ് വേറെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും കൂടെ ഉണ്ട്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് ആണ് ഈ പുറത്തുനിന്ന് മേടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഉണ്ട്, നോൺ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഉണ്ട്, ഒഫീഷ്യൽ സ്റ്റോറുകളുണ്ട്. അതല്ലാതെ അലിബാബ അല്ലെങ്കിൽ eBay വഴിയൊക്കെ മേടിക്കുന്ന പരിപാടി വേറെയാണ്. ഓക്കെ, അപ്പോൾ അലിബാബയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഗ്യാരണ്ടി ഉണ്ട്, ബയർ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതും എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളിപ്പോൾ ഒരു വണ്ടി മേടിച്ചു പുറത്തുനിന്ന്, ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊക്കെ കൊടുത്തു. നമ്മളിപ്പോൾ ഷിപ്പിംഗ് ചാർജ് കൊടുക്കുന്നത് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് എന്നൊക്കെ വിചാരിക്കാം. ഷിപ്പിംഗ് നമ്മുടെ ഇവിടെ വരുമ്പോൾ ഷിപ്പിംഗ് അവരുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല, സെല്ലറുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. ഷിപ്പിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. വണ്ടി വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജുകൾ, കുറേ പാർട്സ് മിസ്സിങ്, ഡാമേജ് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സെല്ലേഴ്സാണ് അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ സ്റ്റോറുകളിൽ നിന്നാണ് നമ്മൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് ഇത്രയും കൂടെ കൂടുതലായിരിക്കും. ചിലപ്പോൾ അവർ നമുക്ക് പാർട്സ് അയച്ചു തരും, ചിലപ്പോൾ അവർ നമുക്ക് പാർഷ്യലായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഒരു പൈസ തരും കോമ്പൻസേഷന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അതെല്ലാം നമ്മൾ eBay അല്ലെങ്കിൽ അലിബാബ വഴിയൊക്കെയുള്ള സെല്ലേഴ്സിൽ നിന്നാണ് മേടിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് റെസൊല്യൂഷൻ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ അതിൻ്റെ കൂടെ ഓടേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ ഈ ഷിപ്പ് ചെയ്യുന്ന സമയത്ത് പാർസൽസ് മിസ്സാവുന്ന ചാൻസുകൾ വളരെ ഉണ്ട്. കൂടുതൽ നല്ല കുറവാണ്. നമുക്ക് അങ്ങനെ ഒരു 3-4 പ്രാവശ്യം അടി കിട്ടിയിട്ടുണ്ട്. ട്രാക്കിങ്ങോ ഒന്നുമില്ലാതെ വന്ന കേസുകളുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് സെല്ലേഴ്സിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. അലി എക്സ്പ്രസ്സിൽ നിന്ന് എനിക്ക് ഒരു പ്രാവശ്യം റീഫണ്ട് കിട്ടിയിട്ടില്ല. ഒരു സെല്ലർ നൈസായിട്ട് മുങ്ങിക്കളഞ്ഞു. അവൻ എവിടെയാണെങ്കിലും നീ അനുഭവിക്കൂടാ. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു നഷ്ടം വന്നിട്ടുണ്ട്. ചെറിയൊരു പ്രൊഡക്റ്റായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ വലിയൊരു വണ്ടികൾ മേടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൂടും. പ്രൈവറ്റ് കൊറിയറാകും. പ്രൈവറ്റ് കൊറിയറിൽ വന്നു കഴിയുമ്പോൾ ഷിപ്പിംഗ് ടൈമും കുറവായിരിക്കും. അല്ലാതെ നമ്മൾ ഈ വക വണ്ടികളൊക്കെ മേടിക്കുമ്പോൾ ഇപ്പോൾ ലോവസ്റ്റ് ഷിപ്പിംഗ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഈ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇവിടെ കോമ്പറ്റേറ്റീവ് പ്രൈസിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് അങ്ങനെയായിരുന്നു. ഓക്കെ, ഷിപ്പിംഗ് കുറച്ചിട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ബോക്സ് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ചിലതിൻ്റെയൊക്കെ ബോക്സിനൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് വണ്ടികൾക്കൊന്നും പ്രശ്നങ്ങൾ വന്നില്ല, അത് വേറൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ വണ്ടികളൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെല്ലിനുള്ളതാണ്. ഞാൻ പിന്നെ എടുത്ത് പറയുന്നതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി പറയും. ഇതിൻ്റെ എല്ലാത്തിനെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഷിപ്പിംഗ് ചാർജ് കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് റിസ്ക്കുകൾ ഒരിത്തിരി കുറവായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എന്തോളം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ് WPL. ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന WPL B36 എന്ന് പറഞ്ഞിട്ടൊരു ട്രാൻസ്പോർട്ടറാണ്. ഇത് ട്രെയിലർ ട്രക്ക് എന്ന് പറയാൻ പോലെ ട്രെയിലറൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറത്ത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഞാൻ അപ്ഗ്രേഡ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു 10,000 രൂപയ്ക്ക് താഴെ ബഡ്ജറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടോർ ട്രക്കുകൾ പറ്റില്ല. 1/16 സ്കെയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ക്രോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് പോയിന്റ് നമുക്ക് കിട്ടി തുടങ്ങും. പക്ഷേ അപ്പോഴും ആ ഒരു 10,000 രൂപയ്ക്ക് താഴെ കിട്ടുന്ന വണ്ടികളിൽ നമുക്ക് അത്രത്തോളം പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ കുറേ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നിങ്ങളിവിടെ താഴ്ത്തുണ്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. മെറ്റൽ ഡ്രൈവ് ഷാഫ്റ്റാണ് വന്നിരിക്കുന്നത് വണ്ടിക്ക്. അപ്പോൾ ഈ വണ്ടിക്ക് മെറ്റൽ ഡ്രൈവ് ഷാഫ്റ്റ് 2 ഇടത്തേ വന്നിട്ടുള്ളൂ. നമ്മൾ അതിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. 3ാമത്തെ സ്ഥലത്ത് ഞാൻ ഡ്രൈവ് ഷാഫ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയപ്പോഴാണ് അതിനകത്തൊരു പിന്നിട്ടാണ് നമ്മൾ അസംബിൾ ചെയ്യുന്നത്. ആ ഒരു പിന്നിൻ്റെ സൈസ് വലുതാണ്. ഓക്കെ, ഭയങ്കര തിക്നെസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ വീഡിയോ ചോദിച്ചു, ഞാൻ വീഡിയോ അയച്ചു കൊടുത്തു. അപ്പോൾ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ഉണ്ട്. അവർ പറഞ്ഞു പിന്നെ ഞങ്ങൾ സ്പെയർ അയച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ അയച്ചു തരാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അത് അവർ സ്പെഷ്യലായിട്ട് അയച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചെറിയൊരു പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അയക്കേണ്ട, നമ്മളിനി ഫ്യൂച്ചർ ഓർഡർ ചെയ്യുമ്പോൾ അപ്പോൾ അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവരടുത്ത് പറഞ്ഞു. ഓക്കെ സംഭവം പറഞ്ഞു. അത് ഫിക്സ്ഡ് ആയിട്ടുണ്ട്. അവർ സെറ്റപ്പ് ചെയ്ത് തരും. അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആണ്. ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് ഞാൻ WPL വണ്ടികൾ മേടിക്കാൻ പറയുമ്പോൾ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് പറയുള്ളൂ. ഇത്തിരി പ്രൈസ് കൂടുതലാണ്, പക്ഷെ നമുക്ക് അതിനനുസരിച്ചുള്ള റിലയബിൾ ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് പൈസ ലാഭിക്കാൻ വേണ്ടി ഒരു 1,000 രൂപ 2,000 രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് റിസ്ക് എടുക്കാം. പക്ഷേ നമ്മളുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പണി കിട്ടിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഓക്കെ, വണ്ടികൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല റേറ്റിലുള്ള വണ്ടികളുണ്ട്. നല്ല റേറ്റ് വരുമ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റിയുള്ള വണ്ടികൾ വരും. പക്ഷേ ഏത് ക്വാളിറ്റിയുള്ള വണ്ടികളാണെങ്കിലും മെയിൻ്റനൻസും ക്രാഷ് ആയി കഴിയുമ്പോൾ പാർട്സും നമ്മൾ മാറ്റേണ്ടി വരും. എക്സ്പെൻസസ് അതിൻ്റെ പുറകിൽ വരും. സോ അത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. മാക്സിമം RC ഹോബിയിലേക്ക് വേണ്ട ബിഗിനറിന് വരാൻ സാധ്യതയുള്ള ഡൗട്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. മെയിൻ പോയിന്റുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്ത് ചോദിക്കാം. സോ നെക്സ്റ്റ് വീക്ക് വരുന്നതിൽ ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും ബൈ.